നമസ്കാരം. മന്ത്രി സണ്ണി ജോസഫിന്റെ ബന്ധുവിനെ പേഴ്സണൽ സ്റ്റാഫിൽ നിയമിച്ചതിനെ പിന്തുണച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ. സണ്ണി ജോസഫിന്റെ ബന്ധുവാണെങ്കിലും അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ടെന്നും രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളാണെന്നും മുരളീധരൻ പറഞ്ഞു. പിണറായി വിജയന്റെ ക്യാബിനറ്റിൽ മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കിയതിനെ കോൺഗ്രസിലെ ആരെങ്കിലും കുറ്റം പറഞ്ഞോ? അമ്മായിപ്പന്റെ ക്യാബിനറ്റിൽ മരുമോനെ മന്ത്രിയാക്കിയെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. റിയാസ് ഒരു യുവജന സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്നു. അദ്ദേഹത്തിന് പ്രവർത്തന പാരമ്പര്യമുണ്ട്. സണ്ണി വക്കീലിന്റെ കാര്യത്തിലും അതുതന്നെയാണ് ഉണ്ടായതെന്നും മുരളീധരൻ പറഞ്ഞു. തൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ് 95% പൂർത്തിയായത്. മറ്റുള്ളവരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനം പൂർത്തിയാകുന്നതേയുള്ളൂ. ബന്ധുക്കളെ നിയമിക്കുന്നത് ശരിയല്ലെന്നതാണ് എക്കാലത്തും പാർട്ടി നിലപാട്. മുൻപ് ഒരു മന്ത്രി മരുമകളെ കുക്കായി വെച്ചിരുന്നുവെന്നും മുരളീധരൻ പറഞ്ഞു. അതേസമയം സഹോദരി ഭർത്താവിനെ പേഴ്സണൽ സ്റ്റാഫായി നിയമിച്ചതിൽ തെറ്റില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മന്ത്രി സണ്ണി ജോസഫ്. നിയമനത്തിൽ നിയമപരമായ തടസ്സമില്ലെന്നും ബെന്നി തോമസ് മാതൃകാപരമായ പൊതുപ്രവർത്തനം നടത്തുന്ന ആളാണെന്നും മന്ത്രി പറഞ്ഞു. മികച്ച ഭൂരിപക്ഷത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റായ നേതാവാണ് ബെന്നി തോമസ്. തന്റെ ചീഫ് ഏജന്റ് ആയിരുന്നുവെന്നും മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വേണമെങ്കിൽ ബെന്നി തോമസിനെ മറ്റൊരു മന്ത്രിയുടെ സ്റ്റാഫിൽ ഉൾപ്പെടുത്താമായിരുന്നു. അങ്ങനെ ഒരു കാപട്യത്തിന് താൻ തയ്യാറല്ല. വരുന്നവരോടെല്ലാം തന്റെ ബന്ധുവാണെന്ന് സ്വയം പരിചയപ്പെടുത്തിയിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. KPCC പ്രസിഡന്റായപ്പോൾ സണ്ണി ജോസഫിന്റെ സഹായിയായി കൂടെ പ്രവർത്തിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് സുദീപ് ജെയിംസ് ഉൾപ്പെടെ 13 പേരെയാണ് പേഴ്സണൽ സ്റ്റാഫിൽ നിയമിച്ച് ഉത്തരവിറങ്ങിയത്. മന്ത്രിയുടെ സഹോദരി ഭർത്താവ് ബെന്നി തോമസിന്റെ നിയമനം ബന്ധു നിയമനമാണെന്ന് ആരോപിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് വിമർശനമുയരുകയായിരുന്നു. എന്നാൽ യൂത്ത് കോൺഗ്രസിന്റെയും ഉളിക്കൽ മണ്ഡലം പ്രസിഡന്റ്, DCC ജനറൽ സെക്രട്ടറി, ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങി വർഷങ്ങളുടെ രാഷ്ട്രീയ പാരമ്പര്യം ബെന്നിക്കുണ്ടെന്നാണ് മന്ത്രിയുടെ ഓഫീസ് പറയുന്നത്. 10 വർഷത്തോളം ഉളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ബെന്നി തോമസ്. എന്നാൽ കണ്ണൂരിലെ മലയോര മേഖലയായ ഉളിക്കൽ ഭാഗത്ത് പാർട്ടിയുടെ വലിയ ജനസമ്മതൻ കൂടിയാണെന്നാണ് അദ്ദേഹത്തിന്റെ നിയമനത്തെ അനുകൂലിക്കുന്നവർ പറയുന്നത്. ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ LDF സർക്കാരിനെതിരെ UDF രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു. അതേ മുന്നണിയിൽ നിന്ന് തന്നെ ഈ രീതിയിലുള്ള നിയമനങ്ങൾ വന്നതാണ് വിമർശനങ്ങൾക്ക് ഇടയാക്കിയത്. അതേസമയം സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ഉയർത്തുന്ന വിവാദത്തിൽ കഴമ്പില്ലെന്നാണ് കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജും പ്രതികരിച്ചത്. താഴെ തലം മുതൽ പതിറ്റാണ്ടുകളോളം പ്രവർത്തിച്ച് ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ബെന്നി തോമസിനെ DCC നിർദ്ദേശപ്രകാരമാണ് മന്ത്രിയുടെ സ്റ്റാഫിലെടുത്തതെന്നും അദ്ദേഹം പ്രസ്താവനയിലൂടെ അറിയിച്ചു. യൂത്ത് കോൺഗ്രസ് ഉളിക്കൽ മണ്ഡലം പ്രസിഡന്റായും പിന്നീട് കോൺഗ്രസ് ഉളിക്കൽ മണ്ഡലം പ്രസിഡന്റായും സേവാദൾ ചെയർമാനായും പ്രവർത്തിച്ച് നിലവിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനങ്ങളിൽ മുഴുവൻ സമയ സജീവമാണ് ബെന്നി തോമസ്. സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ DCC നിർദ്ദേശപ്രകാരം കൃത്യമായ ഇടപെടലുകൾ നടത്തുന്ന ഭാരവാഹിയാണ്. കണ്ണൂരിലെ മലയോര കുടിയേറ്റ മേഖലയിൽ കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായ അദ്ദേഹം ജനങ്ങളുമായി നിരന്തരം ഇടപഴകുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സജീവ സാന്നിധ്യമായി നിലകൊള്ളുകയും ചെയ്യുന്ന വ്യക്തിയാണെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടിയുടെ വളർച്ചയ്ക്കും സംഘടനാ ശക്തിപ്പെടുത്തലിന് നൽകിയ സംഭാവനകൾ കണക്കിലെടുത്താണ് ഇത്തരമൊരു അംഗീകാരം നൽകിയത്. അല്ലാതെ മന്ത്രി സണ്ണി ജോസഫിന്റെ ബന്ധുവാണെന്ന കാരണത്താലല്ല ബെന്നി തോമസിനെ പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയത്. ബെന്നി തോമസിന്റെ ദീർഘകാല രാഷ്ട്രീയ സംഘടനാ പ്രവർത്തന പരിചയം പരിഗണിച്ചാണ് ഇത്തരമൊരു നിർദ്ദേശം DCC നൽകിയതെന്നും ഇത് സംബന്ധിച്ച് വരുന്ന വിവാദങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്നും മാർട്ടിൻ ജോർജ് വ്യക്തമാക്കി.